നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലെ 84 സെക്കൻഡ് നീണ്ടുനിന്ന മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും പങ്കെടുത്തു. അമിതാഭ് ബച്ചൻ, മുകേഷ് അംബാനി, സച്ചിൻ ടെണ്ടുൽക്കർ, അനുപം ഖേർ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട 7000-ഓളം അതിഥികളാണ് ചടങ്ങിന് സാക്ഷിയായത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിന്റെ നീതി വ്യവസ്ഥ രാമന് നീതി നൽകി. രാമക്ഷേത്ര നിർമ്മാണം വൈകിയതിന് രാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നീതി നടപ്പാക്കിയതിൽ സുപ്രീം കോടതിക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ये क्षण अलौकिक है, ये पल पवित्रतम है. ये माहौल, ये वातावरण, ये ऊर्जा, ये घड़ी प्रभु श्री राम का हम सब पर आशीर्वाद है. എസ് വിജയകുമാർ, മാർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് തത്സമയം. ആദ്യം എസ് വിജയകുമാർ, ഈ ചടങ്ങുകൾ അതിനെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം ചുരുക്കി? എസ് വിജയകുമാറിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, ഞാൻ വിജയകുമാറിലേക്ക് എത്താം. ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ടോ എന്ന് കരുതുന്നു. രാധാകൃഷ്ണനിലേക്ക്. കെ, ഇപ്പോൾ അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി സംസാരിച്ച് തീർന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ സമയമൊക്കെ തെറ്റിയിട്ടുണ്ട്, സമയക്രമമൊക്കെ മാറിയിട്ടുണ്ട്. 1 മുതൽ സംസാരിക്കുമെന്നൊക്കെ ആയിരുന്നു. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും അറിയിച്ചൊരു സമയക്രമം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി അല്പസമയം മുൻപാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിച്ചത്. അതിൽ രാഷ്ട്രീയമായി ഒരു പക്ഷേ നമ്മൾ നേരത്തെ കരുതിയതുപോലെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇതിൽ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള പ്രത്യക്ഷ പരാമർശങ്ങളൊന്നുമില്ല. പക്ഷേ പരോക്ഷമായി ആ തരത്തിലേക്കൊക്കെ അദ്ദേഹം പരാമർശം നടത്തുന്നുണ്ട്. സുപ്രീം കോടതിക്ക് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വൈകിയതിൽ രാമനോട് ക്ഷമ ചോദിക്കുന്നു. ഇനി രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. ഏതായാലും കൃത്യമായി തന്നെ ഒരു പ്രത്യക്ഷ പരാമർശത്തിലേക്ക് പോകാതെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടുമാണ് അനുജയുടെ നിരീക്ഷണം വസ്തുതാപരമാണ്. രാഷ്ട്രീയ കൗശലം നരേന്ദ്രമോദി എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്നതിന് ഒരു ക്ലാസിക്കൽ ഉദാഹരണം എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ അയോധ്യയിലെ പ്രസംഗത്തെ വിലയിരുത്താം. കാരണം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്റെ സംഘടനയ്ക്ക് അഥവാ BJPക്ക് സംഘപരിവാറിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും അത് നേടിയെടുത്തു എന്ന അവകാശവാദത്തെ മുന്നോട്ട് വെച്ചും ഇനി എങ്ങനെയായിരിക്കും ഈ ആശയം ഇനിയുള്ള കാലങ്ങളിൽ രാജ്യത്തിന് മുന്നിൽ ഉണ്ടാകുക എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം നൽകിയാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ സംസാരിച്ചത്. അതിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന രാമനോട് അദ്ദേഹം മാപ്പ് ചോദിച്ചു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് കാലങ്ങളായി രാജ്യത്തിന് ഈ വിധത്തിൽ അല്ലെങ്കിൽ രാമൻ ഈ വിധത്തിൽ നീതികേട് നേരിടേണ്ടി വന്നതിന് കാരണമായത് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഴ്ചകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസ്ഥ കൃത്യമായപ്പോൾ ആ കാര്യങ്ങളിൽ വേഗത്തിൽ നടപടികൾ ഉണ്ടായി. നീതിപീഠം അതിനൊപ്പം നിന്നു. നീതി വ്യവസ്ഥ രാമന് നീതി നൽകി എന്നുള്ളതാണ്. നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി വായിച്ചെടുക്കാം. ഏത് വ്യവസ്ഥയാണ് ഇവിടെ നിന്നതെന്നും ആരാണ് ആ വ്യവസ്ഥയ്ക്ക് നേതൃത്വം നൽകിയത് എന്നതും വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. രാമക്ഷേത്രം യാഥാർത്ഥ്യമായാൽ രാജ്യത്താകെ തീ കത്തുമെന്നാണ് ഒരു വിഭാഗം പറഞ്ഞിരുന്നത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന എടുത്ത് പറയേണ്ട ഒന്നാണ്.
അത് അങ്ങനെയുള്ള ഒരു തീയും രാജ്യത്ത് ഇല്ലാതെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരിക്കുന്നു. അതൊരു അവകാശവാദമാണ്. BJP ഉന്നയിച്ച രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകളിൽ ഒന്നായിരുന്നു രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കും എന്നുള്ളത്. അത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുഴപ്പം രാജ്യത്തിന്റെ ഒരു ഭാഗത്തും ഇല്ലാതെ ഇത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചു എന്നത് വലിയൊരു നേട്ടമായി അദ്ദേഹം അവകാശപ്പെടുന്നു. രാമൻ ഊർജമാണ്, അഥവാ ഇങ്ങനെ തീ കത്തിക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരമല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. അതിന്മേൽ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം മറ്റെന്തിനേക്കാൾ വലുതും അത് BJP ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെയാകും രാമനെ പ്രതീകവൽക്കരിക്കുക എന്നതിനെ സംബന്ധിച്ച് സൂചന നൽകുന്ന ഒന്നും കൂടിയാണ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായ കാലതാമസത്തെ അടക്കം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. രാമനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രാമൻ ഏതു വിധത്തിലാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇനിയുള്ള കാലത്ത് രാമചിന്തയാണ് രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജമായി വർത്തിക്കാനായിട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ അയോധ്യയിലെ രാമക്ഷേത്ര യാഥാർത്ഥ്യമാകൽ അത് വികസന പ്രവർത്തികളുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസന ഗതിവേഗം വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കാൻ അദ്ദേഹം മറന്നില്ല എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഘട്ടത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രാധാന്യം, അദ്ദേഹത്തിന്റെ മനസ്സിലെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. കുബേർതില ക്ഷേത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സന്ദർശിച്ച് കൊണ്ടിരിക്കുന്നത്. അത് ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെയാണ്. ആ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രാമന്റെ ഒപ്പം ശിവൻ, രാമൻ ഇവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ശിവൻ അവിടെ അധിവാസം നടത്തിയിരുന്നു, അവിടെ സന്ദർശിച്ചിരുന്നു എന്നൊക്കെയുള്ള വിശ്വാസമാണ് ഈ മേഖല നൽകുന്നത്. ഇവിടുത്തെ ക്ഷേത്രവും ഈ പുരാതന ശിവവിഗ്രഹവും ഒക്കെ തകർച്ച നേരിട്ടിരുന്നു. അതും പുനരുദ്ധരിക്കപ്പെട്ട ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ജനങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തുറന്ന് നൽകുകയാണ്. ഈ വിഷയങ്ങളിലെല്ലാം ഒരുപക്ഷെ ഇന്ന് ഏതാണ്ട് 5 മണിക്കൂറോളം അദ്ദേഹം അയോധ്യയിൽ ചിലവിടുകയാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സാധാരണ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ കാണുന്ന അതിതീവ്രമായിട്ടുള്ള വാക്കുകളോ ഒന്നും ഇല്ലെങ്കിലും മിതത്വം പാലിച്ചിട്ടുള്ള വാക്കുകളാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗം വഴി വളരെ കൃത്യമായിട്ട് തന്റെ രാഷ്ട്രീയവും താൻ ഈ രാമക്ഷേത്ര നിർമ്മാണം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കിയത് വഴിയുള്ള വസ്തുതകളും അദ്ദേഹം പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പലരും പറഞ്ഞ കാര്യങ്ങളെപ്പോലും അദ്ദേഹം പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്തു. ഒപ്പം ഈ രാമക്ഷേത്ര നിർമ്മാണം രാജ്യത്തിന് അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമയമാണ് ഏറ്റവും ഉചിതമായ സമയം എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വളരെ കൃത്യമായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് അത് BJP മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഉണ്ട്, അല്ലെങ്കിൽ ആ ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് എന്ന അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമായി കൂടി നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ആരും രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിനെ തടയാനായിട്ട്, ആർക്കും രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിനെ തടയാനായിട്ട് സാധിക്കില്ല. രാമൻ ഒരു സത്യമാണ്, ലക്ഷ്യം വസ്തുതാപരമായിട്ടുള്ളതാണെങ്കിൽ അഥവാ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്നതിന്റെ ഉള്ള തെളിവാണ് ഈ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പരോക്ഷമായി പരാമർശിച്ചു പോയി എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ ഒരു വിജയമാണ്. അതായത് BJPയുടെ രാഷ്ട്രീയ വിജയമാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഇനിയുള്ള കാലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അടക്കം ആധാരമാകാൻ പോകുന്നത് രാമക്ഷേത്രം ഉൾപ്പെടെയുള്ളതാണ്. രാമൻ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുവഴി രാമരാജ്യം യാഥാർത്ഥ്യമാക്കാൻ താനും തന്റെ കീഴിലുള്ള സർക്കാരും വേണ്ടി വന്നു എന്നത് അദ്ദേഹം പരോക്ഷമായി സ്ഥാപിക്കുകയും ഈ യോഗത്തിൽ ചെയ്തു. അനുജ, ശരി, ഞാൻ എസ് വിജയകുമാറിലേക്ക് പോകുന്നു. വിജയകുമാർ, ഇതിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പ്രധാനപ്പെട്ട ചടങ്ങ്, 84 സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രധാന ചടങ്ങ്, അതിൽ പ്രധാന മുഖ്യ യജമാനനായി പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. ഒപ്പം മറ്റ് സന്യാസി വര്യന്മാരും RSSന്റെ മോഹൻ ഭാഗവത് അടക്കമുള്ളവർ, സെലിബ്രിറ്റികൾ എന്ന് പറയപ്പെടുന്ന ഏതാണ്ട് ക്ഷണിക്കപ്പെട്ട 7000-ലേറെ അതിഥികൾ, അവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഈ ചടങ്ങിനെ നമുക്ക് എങ്ങനെ വളരെ ചുരുക്കിയൊന്ന് വിശദീകരിക്കാം?
അനുജ 84 സെക്കൻഡുകൾ മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. 84 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5-2 മണിക്കൂർ നീണ്ടു നിന്നതാണ്. അതിൽ 84 സെക്കൻഡാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ 84 സെക്കൻഡാണ് ഈ വിഗ്രഹത്തിലേക്ക് പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ്, അതായത് വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യം സന്നിവേശിപ്പിക്കുന്ന ചടങ്ങ് വൈദിക വിധി പ്രകാരം നടന്നത്. 12:29 8 സെക്കൻഡ് തുടങ്ങി 12:31 52 സെക്കൻഡ് കൊണ്ടാണ് ആ ചടങ്ങ് അവസാനിച്ചത്. 8 സെക്കൻഡ് 84 സെക്കൻഡ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ആ ചടങ്ങ് പ്രധാനമന്ത്രി അതിന്റെ മുഖ്യ യജമാനനായി. ആ ചടങ്ങിന് മാത്രമല്ല, ഗർഭഗൃഹത്തിലെ ശ്രീകോവിലിലെ മുഴുവൻ ചടങ്ങുകളിലും മുഖ്യ യജമാനനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഉത്തർപ്രദേശിലെ കാശിയിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ, വേദപണ്ഡിതനാണ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് ആ ചടങ്ങിന് നേതൃത്വം വഹിച്ചത്. ലക്ഷ്മികാന്ത് ദീക്ഷിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുജ്ഞ വാങ്ങി ഓരോ ചടങ്ങുകളായി ചെയ്തു തീർത്തു. ഏതാണ്ട് 11:30 ആ ചടങ്ങുകളുടെ പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങിയത്. 12:55 1 മണിയായപ്പോഴേക്കും ആ ചടങ്ങുകൾ ആരതിയോടെ അവസാനിച്ചു, മഹാ ആരതിയോടെ അവസാനിച്ചു. ഈ സമയത്ത് ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദീബെൻ പട്ടേൽ, മഹന്ത് നൃത്തഗോപാൽ ദാസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ പുരോഹിതനും അദ്ദേഹത്തിന്റെ സഹായികളും മാത്രമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി വെള്ളി കിരീടവും പട്ട് ഉടുപ്പുകളും, അതായത് പട്ട് ചേലകളും രാംലല്ലയ്ക്ക് സമർപ്പിച്ചു. രാംലല്ലയുടെ മനോഹരമായ ദൃശ്യങ്ങൾ അതിനുശേഷം പുറത്തു വന്നു. കറുത്ത ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത 5 വയസ്സ് പ്രായമുള്ള രാമന്റെ, ബാലരാമന്റെ രൂപമാണ്, കമനീയമായ രൂപമാണ് അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നേരത്തെ പഴയ ക്ഷേത്രത്തിലും ബാലരാമനാണ് ഉണ്ടായിരുന്നത്. ആ രാംലല്ലയ്ക്കാണ് ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം. പഴയ ക്ഷേത്രത്തിലെ രാംലല്ല നമ്മളുടെ നാട്ടിൽ പറഞ്ഞ ശിവേലി വിഗ്രഹമായി, അല്ലെങ്കിൽ ഉത്സവകാലങ്ങൾക്ക് പുറത്തെടുക്കുന്ന വിഗ്രഹമായി ഈ ക്ഷേത്രത്തിൽ വെക്കുകയും ചെയ്യും. രാമമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ, ഈ പ്രതിഷ്ഠാകർമ്മം നടന്നത്. അതിന് തൊട്ടു പിന്നാലെ ഹെലികോപ്റ്ററിൽ ഈ രാംപഥ്, നമ്മളിപ്പോൾ നിൽക്കുന്ന രാമവീഥിയിലും ക്ഷേത്ര പരിസരത്തും സേനാ വിഭാഗങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. പിന്നീട് പുറത്ത് കാത്തുനിന്നവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. അതിനു മുമ്പ് കിഴക്കേ ഗോപുരനട ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതോടെ ക്ഷേത്രം ജനങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന സങ്കല്പമാണ്. നാളെ മുതൽ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു ക്ഷേത്ര ദർശനം കൂടി നടത്തിയ ശേഷം 4 മണിക്ക് മുമ്പ് ഇതൊന്ന് മടങ്ങുമെന്നാണ് അറിയുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥങ്ങൾ ഈ വിഗ്രഹത്തിൽ രാവിലെ മുതൽ അഭിഷേകമായി അർപ്പിച്ചിരുന്നു. സീതാദേവിയുടെ ജന്മനാടായ ജാനകിപുരം, ജനക്പൂർ, ഇപ്പോഴത് നേപ്പാളിലാണ്. ജനക്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യവസ്തുക്കൾ, ഇതൊക്കെ അഭിഷേകം ചെയ്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിവിധ പൂക്കൾ കൊണ്ട് ബാലരാമന്റെ രാമപ്രതിഷ്ഠയിൽ രാംലല്ലയുടെ പാദപൂജ ചെയ്തു. അങ്ങനെ വൈദിക സമ്പ്രദായ പ്രകാരമുള്ള മണിക്കൂറുകൾ നീണ്ട ചടങ്ങ്, അതിൽ 84 സെക്കൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അഭിജിത്ത് മുഹൂർത്തത്തിൽ ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ആളുകളൊക്കെ പിരിഞ്ഞു പോവുകയാണ്. രാംപഥിൽ ഇപ്പോഴും ജനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് അയോധ്യ നഗരം നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ്. അവരിപ്പോഴും അയോധ്യ നഗരത്തിൽ തന്നെ ഉണ്ട്. അനുജ, രാധാകൃഷ്ണനിലേക്ക് വീണ്ടും. RK, ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു ശിവക്ഷേത്രം കുബേർത്തില, അവിടുത്തെ ശിവക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി പുറപ്പെടുമെന്നാണ്. അദ്ദേഹം പുറപ്പെട്ടോ? ഇനിയിപ്പോൾ അടുത്ത കാര്യപരിപാടികൾ എങ്ങനെയാണ്? അയോധ്യയിൽ നിന്ന് മറ്റ് പ്രമുഖരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടോ? ഈ അതിഥികൾ ഓരോന്നായി പോകാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അനുജ. അതിഥികളോട് ഒരു ആവശ്യം ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ അധ്യക്ഷൻ നടത്തിയിരുന്നു, ചമ്പത് റായ് നടത്തിയിരുന്നു. അത് പ്രധാനമന്ത്രി മടങ്ങുന്നത് വരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് മടങ്ങരുത് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതിഥികളിൽ ഭൂരിപക്ഷം പേരും ക്ഷേത്ര സന്ദർശനം നടത്തി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചിലർ വളരെ ചെറിയ അളവിൽ അവർ
ശേഷം മടങ്ങുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കുബേർ തില എന്ന ക്ഷേത്രത്തിന്റെ ദർശനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ക്ഷേത്രത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് പറയാം. കാരണം ഈ രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ക്ഷേത്രം എന്ന രീതിയിൽ രാമന് വിഷ്ണു അവതാര രൂപത്തിൽ രാമനായി വന്ന ഘട്ടത്തിൽ ശിവൻ സന്ദർശിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് എന്നാണ് വിശ്വസിച്ച് വരുന്നത്. ഐതിഹ്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഈ ക്ഷേത്രവും വലിയ രീതിയിൽ തകർച്ചയെ നേരിട്ടിരുന്നു. പുരാതനമായിട്ടുള്ള ഒരു ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അവിടെയും പരിഷ്കാരം ഉൾപ്പെടെയുള്ളവ വേണം എന്ന് നിർദ്ദേശിച്ച് അത് യാഥാർത്ഥ്യമാക്കിയതാണ്. അതിന്റെ മറ്റ് ചടങ്ങുകളൊക്കെയാണ് ഇന്നവിടെ അത് പൂർത്തിയാകുന്നത്. അവിടെയാണ് അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 5 മണിക്കൂറത്തെ സന്ദർശനത്തിന് ശേഷം ഏതാണ്ട് അല്പസമയത്തിനകം അതിനുശേഷം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം വന്ന ലക്ഷ്യം എന്തായാലും രാഷ്ട്രീയമായിട്ട് അദ്ദേഹം സാധിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രതിപക്ഷത്തെ വളരെ കൃത്യമായിട്ട് മനോഭാവം തിരുത്തണം എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുകയും അങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തു. രാമക്ഷേത്രമായി ബന്ധപ്പെട്ട് പലരും പുലർത്തി വന്ന മനോഭാവം ഇനിയെങ്കിലും തിരുത്തണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരുപക്ഷെ അത് പ്രതിഫലനം ഇന്ത്യ മുന്നണിയിൽ നിന്നടക്കം അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയ അജണ്ടകൾ അഥവാ രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച ഉള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി ഇവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്, രാമന് അനീതി നേരിട്ടു. രാമൻ ഏതാണ്ട് 5 നൂറ്റാണ്ടുകളോളം അനീതി നേരിട്ടുകൊണ്ട് ഇവിടെ കഴിയേണ്ടി വന്ന സാഹചര്യമുണ്ട്. രാമന് നീതി നൽകാൻ പുതിയ സംവിധാനം വേണ്ടി വന്നു. ആ സംവിധാനം നീതിപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ രാജ്യത്തെ നിയമവ്യവസ്ഥ കൂടെ നിന്നു. അങ്ങനെയാണ് രാമന് ഉചിതമായിട്ടുള്ള ക്ഷേത്രം ഇവിടെ ഒരുങ്ങിയത് എന്നതടക്കം അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്, അഥവാ വ്യാഖ്യാനിക്കാവുന്ന ഒരു സന്ദേശമാണ്. വലിയ രീതിയിൽ രാമനെ അവഗണിക്കാൻ ശ്രമിച്ചു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായാൽ രാജ്യത്ത് തീ പടർന്ന് പിടിക്കും, അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും തീയായിരിക്കും. ശരി, അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം സംസാരിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു? പ്രത്യക്ഷമായി ചില കാര്യങ്ങൾ പറയാതെ പരോക്ഷമായി തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. തിരികെ ലൈവ് ന്യൂസിലേക്ക്. അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി പ്രധാനമന്ത്രി മാറ്റി. മതനിരപേക്ഷതയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. As those who have pledged to preserve and protect our Constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic, and regional or sectional diversities. May India prosper further by developing scientific temper, humanism, and the spirit of inquiry and reform. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ വിഷയത്തിലുള്ള CPM-ന്റെ നിലപാട് തുടക്കം മുതൽ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ചടങ്ങ് നടന്ന ആ ദിവസം തന്നെ ഏതാനും സമയം കഴിഞ്ഞ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരുപക്ഷെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ആദ്യ തലവൻ കൂടിയാകാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ സംസാരം, അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെയൊരു സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് വന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാണ്. അതായത് രാജ്യത്തിന്റെ ചടങ്ങാക്കി അയോധ്യ പ്രാണപ്രതിഷ്ഠയെ മാറ്റിയതിലാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനമടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് മതേതരത്വമാണ്. ഒരു രാജ്യമെന്ന നിലയിൽ സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഇന്ത്യയുടെ വ്യക്തിത്വമാണത്. വിശ്വാസികളും അല്ലാത്തവരും സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുത്തിരുന്നു. എല്ലാ പൗരനും ഭരണഘടനാ സ്വാതന്ത്ര്യം തുല്യമായി ലഭിക്കണം. മതവിശ്വാസം വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. ഒരു മതം വലുതെന്നും മറ്റൊന്ന് ചെറുതെന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ത്യൻ മതേതരത്വം മതത്തെയും ഭരണകൂടത്തെയും വേർതിരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മതത്തെയും ഭരണകൂടങ്ങളെയും വേർതിരിക്കുന്ന രേഖ, അതിന്റെ ഒരു ലൈൻ
അത് കുറഞ്ഞു വരുന്നുവെന്നും ഒരു മതേതര രാഷ്ട്രമെന്ന നിലയിൽ ഇത് അസ്വാരസ്യം സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു മതപരമായ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധപ്പെട്ടവരിൽ നിന്നും ക്ഷണം ലഭിച്ചുവെന്നും എന്നാൽ ഭരണഘടന സംരക്ഷിക്കാൻ അതല്ലെങ്കിൽ അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ചുമതലയുണ്ട്. അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഒരു വീഡിയോ, ഒരു ദൃശ്യ സന്ദേശമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് അത് കൃത്യമായി തുറന്നു പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനുജ, ശരി, ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല, ഇതൊരു രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി മാറ്റി എന്നതടക്കമുള്ള വിമർശനങ്ങളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ അസം പോലീസ് തടഞ്ഞു. അയോധ്യയിലെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കൂ എന്ന് പോലീസ് അറിയിച്ചതോടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. I was invited there on the 11th, and then I think they've been pressurized. So now we're asking if Gaurav can go because he's the local MP. So they're finding out. They've obviously been ordered from on top. They don't want me to go. ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് വൈകിട്ട് മേഘാലയയിൽ പ്രവേശിക്കും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, നേരത്തെ തന്നെ അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു. അതിനുശേഷം 3 മണിക്ക് ശേഷം പ്രവേശനം എന്ന തരത്തിലേക്കൊക്കെയാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി പോവുകയായിരുന്നു പ്രതിഷേധം അറിയിച്ച ശേഷം. അനുജ, ഇന്ന് രാവിലെ 8:15 കൂടിയാണ് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഭാരത് ജോഡോ യാത്രയുടെ ഷെഡ്യൂളിൽ തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ച് നേരത്തെ തന്നെ ഈ സത്രം അധികൃതരുമായി ബന്ധപ്പെടുകയും അവർ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. 1000-ഓളം പേർ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ രാവിലെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഈ യാത്ര സന്ദർശനം ഒഴിവാക്കണമെന്നും അത് അയോധ്യ ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്നത് പ്രശ്നങ്ങൾക്ക് ഇടവെക്കുമെന്നതടക്കമുള്ള പ്രസ്താവന നടത്തുകയും തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ അധികൃതർ ഈ സന്ദർശനം വൈകിട്ട് 3 മണിക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഇന്ന് സന്ദർശനം നടത്താനായി രാഹുൽ ഗാന്ധിയും സംഘവും ഇറങ്ങിയ ഉടൻ തന്നെ പോലീസ് തടയുകയായിരുന്നു. ഈ ഭട്ടാദ്രവ സത്രത്തിൻ്റെ ഏതാണ്ട് 17 കിലോമീറ്റർ അകലെ വെച്ചാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞത്. തുടർന്നാണ് പോലീസുമായി വാക്തർക്കം ഉണ്ടായത്. ഈ പ്രദേശം നൗഗാവിലെ MP ആയ ഗൗരവ് ഗൊഗോയെ മാത്രം പോകാൻ സന്ദർശിക്കാൻ അനുവദിക്കാമെന്ന നിലപാടാണ് പോലീസ് എടുത്തത്. എന്നാൽ തങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നും എന്തിൻ്റെ പേരിലാണ് തടയുന്നത് എന്നതടക്കമുള്ള ചോദ്യം രാഹുൽ ഉന്നയിച്ചു. എന്നാൽ പോലീസ് യാതൊരു വിധത്തിലും വഴങ്ങാൻ തയ്യാറാകാതിരുന്നതോടെയാണ് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ജയറാം രമേശും അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്നത്. തുടർന്ന് ഗൗരവ് ഗൊഗോയ് ക്ഷേത്ര സന്ദർശനം നടത്തി പ്രസാദവുമായി മടങ്ങിയെത്തി. അത് വിതരണം ചെയ്ത ശേഷം പിന്നീട് യാത്ര മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം യാത്രയുടെ മറ്റിടങ്ങളിലുള്ള സമയക്രമങ്ങളിൽ വരെ മാറ്റം വരുത്തേണ്ടി വരും. 3 മണിവരെ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ തങ്ങുകയാണെങ്കിൽ എന്നുള്ളതിനാലാണ് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത്. കടുത്ത വിമർശനം മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരാൾ മാത്രം ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഇത് മനഃപൂർവ്വം ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാനായി BJPയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഭാരത് ജോഡോ യാത്ര അസമിൽ നിന്നും മേഘാലയയിലേക്ക് കടക്കും. വീണ്ടും തിരിച്ച് അസമിലേക്ക് മടങ്ങി വരാനാണ് ഈ ഭാരത് ജോഡോ യാത്രയുടെ അടുത്ത ദിവസങ്ങളിലെ പരിപാടി. ശരി അനുജ, ഭട്ടദ്രവ ആശ്രമം അത് സന്ദർശിക്കാൻ ഉള്ള അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധിച്ച ശേഷം മേഘാലയയിലേക്ക് യാത്ര പ്രവേശിച്ചു. മറ്റൊരു വാർത്ത. 24 റിപ്പോർട്ടർ വിനീത വിജയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. കേസിൽ പ്രോസിക്യൂഷൻ സമയം നീട്ടി ചോദിച്ചു. കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 15ലേക്ക് മാറ്റി. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് തുടരും. നവകേരള സദസ്സിനെതിരായ പ്രതിപക്ഷ യുവജന പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് വിനീത വിജയ്ക്കെതിരെ കേസെടുത്തത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ തവണ വിവരങ്ങൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രോസിക്യൂഷന്. അതിനുശേഷം ഇപ്പോൾ
കൂടുതൽ സമയം ചോദിക്കുന്നു. ഇന്നിപ്പോൾ എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ദുർബലമാണ് പ്രോസിക്യൂഷൻ എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെളിയിക്കപ്പെടുകയാണ്. കാരണം ഇന്നിപ്പോൾ കേസെടുത്തപ്പോഴും പ്രോസിക്യൂഷന് ആവശ്യമായ രേഖകൾ, തെളിവുകൾ ഈ കേസിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. കോടതി മുൻപാകെ ഇതിന് പകരം കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ് പ്രോസിക്യൂഷൻ ചെയ്തത്. കൂടുതൽ സമയം വേണമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് പ്രോസിക്യൂഷന്റെ കൈവശം ഇത്ര ദിവസം സമയം നൽകിയിട്ടും കോടതി മുമ്പാകെ ഹാജരാക്കാൻ തെളിവുകളില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തുടർന്ന് അവർ കൂടുതൽ സമയം തേടി 15-ാം തീയതിയിലേക്ക്, ഫെബ്രുവരി 15-ലേക്ക് കോടതി കേസ് മാറ്റിവെച്ചു. അതുവരെയും അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസിനോടും പ്രോസിക്യൂഷനോടും അറസ്റ്റിന് വിലക്ക് ഏർപ്പെടുത്തിയ നേരത്തെയുള്ള ഇടക്കാല ഉത്തരവ് അത് തുടരും. 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസ് ഇനി അടുത്ത മാസം 15-നാകും കോടതി പരിഗണിക്കുക. സമയം നീട്ടിച്ചോദിച്ചിരിക്കുന്നു വീണ്ടും പ്രോസിക്യൂഷൻ. അതുവരെ അറസ്റ്റ് പാടില്ല എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷാവിധി പിന്നീട്. പ്രതികളുടെ മാനസികാരോഗ്യ റിപ്പോർട്ട് ഹാജരാക്കാൻ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. പ്രതികൾക്ക് പറയാനുള്ളത് നേരിട്ട് കേട്ട ശേഷമാകും ശിക്ഷാവിധി. കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇന്നിപ്പോൾ ഉണ്ടായതൊരു സ്വാഭാവിക നടപടിക്രമം എന്ന തരത്തിലേക്ക് വിശേഷിപ്പിക്കാമോ? അനുജ, അങ്ങനെ മാത്രമല്ല. കാരണം ഈ പ്രതിഭാഗം വക്കീൽ അഭിഭാഷകൻ ഇന്ന് PP ഹാരിസ് ഇന്ന് കോടതിയിൽ ഹാജരായി പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഇളവ് നൽകണം, വധശിക്ഷ നൽകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഏകദേശം 1.5 മണിക്കൂറോളം അദ്ദേഹം വാദം തുടർന്നു. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് പ്രതികളിൽ എല്ലാവർക്കും 50 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. ഒപ്പം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത്. ഇത്തരത്തിലുള്ള കേസുകൾ ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഉദാഹരണമായി TP ചന്ദ്രശേഖരൻ കേസ് കൂടി അദ്ദേഹം പരാമർശിച്ചു. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധത്തിന് മുൻപും പിൻപും കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് TP ചന്ദ്രശേഖരൻ 51 വെട്ടാണെങ്കിൽ ഇവിടെ രഞ്ജിത്തിന് അത്രത്തോളം വെട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, അപൂർവങ്ങളായി വിശേഷിപ്പിക്കാൻ സാധിക്കില്ല തുടങ്ങിയുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ഒപ്പം തന്നെ മറ്റ് ഗൂഢാലോചന ഉണ്ടായില്ല. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. ഷാൻ വധക്കേസിന് ശേഷം പ്രതികൾക്ക് പ്രകോപനമുണ്ടായി. അങ്ങനെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കൊലപാതകമാണ്, ഇത് പ്രതികാരമാണ്. അല്ലാതെ മാസങ്ങൾ നീണ്ട ഗൂഢാലോചന എന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണ് അടക്കമുള്ള കാര്യങ്ങളാണ് നിരത്തിയത്. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞു പരമാവധി പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകും. ഈ കേസ് ഇനി 25-ാം തീയതിയാണ് കേസ് കോടതി പരിഗണിക്കുക. ശരി, രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലാണ് ശിക്ഷാവിധി. പിന്നീട് പ്രതികൾക്ക് പറയാനുള്ളത് നേരിട്ട് കേൾക്കും. കൈവെട്ട് കേസിൽ NIA സംഘം മഞ്ചേശ്വരത്തെത്തി പരിശോധന നടത്തി. പ്രതി സവാദിന്റെ വിവാഹം നടത്തിയ പള്ളിയിലെത്തി തെളിവെടുത്തു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതിലൊക്കെയാണോ പ്രധാനമായും NIA പരിശോധന നടത്തുന്നത്? അനുജ, സവാദിന്റെ അറസ്റ്റിന് ശേഷം NIA സംഘം രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് എത്തുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിലെത്തി പ്രാഥമികമായിട്ടുള്ള പരിശോധനയും വിവരശേഖരണവും NIA നടത്തിയിരുന്നു. ഇപ്പോൾ സവാദ് NIA കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് NIA സംഘം വീണ്ടും മഞ്ചേശ്വരത്ത് എത്തിയിട്ടുള്ളത്. സവാദിന്റെ വിവാഹം നടന്ന മഞ്ചേശ്വരം തുമിനാട്ടിലെ പള്ളിയിലാണ് NIA സംഘം ആദ്യം എത്തിയത്. അവിടെ നിന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതോടൊപ്പം തന്നെ രേഖകളെല്ലാം ഈ NIA സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NIA സംഘം ഇപ്പോഴും കാസർഗോഡ് തുടരുന്നുണ്ട്. അവരുടെ അടുത്ത നീക്കം എന്താണെന്ന കാര്യത്തിൽ നിലവിൽ എന്തായാലും വ്യക്തതയില്ല. ഈ സവാദിന്റെ ഭാര്യ വീട്ടിൽ ഉൾപ്പെടെ പോകുമോ, ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലം അതോടൊപ്പം തന്നെ സവാദിന് ഈ മഞ്ചേശ്വരത്ത് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ സവാദിന്റെ ഭാര്യ പിതാവിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട ചില വൈരുദ്ധ്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അതുമായി ബന്ധപ്പെട്ടെല്ലാം വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായമോ പശ്ചാത്തലമോ ഇവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് NIA സംഘം വീണ്ടും, അതായത് സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വീണ്ടും ഈ മഞ്ചേശ്വരത്ത് എത്തിയിട്ടുള്ളത്. ഇതിനുശേഷം കണ്ണൂരിൽ ഈ സവാദ് താമസിച്ച വിവിധ ഇടങ്ങളിലേക്കും NIA സംഘം പോകും. അവിടെയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിവരശേഖരണം ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കൈവെട്ട് കേസിലാണ് മഞ്ചേശ്വരത്ത് വീണ്ടും എത്തി NIA സംഘം തെളിവെടുപ്പ് നടത്തിയത്.
മറ്റൊരു വാർത്ത, കൊരട്ടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പിറകിലെ ട്രാക്കിലാണ് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ബിനു ഭാര്യ ഷീജയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, നമുക്ക് ലഭിക്കുന്ന വിശദാംശം എന്തൊക്കെയാണ്? അനുജ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇവർ ഈ കുടുംബ തർക്കങ്ങളെ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയം ഈ പറഞ്ഞ ഭാര്യയും 2 കുട്ടികളും ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ മീൻ വിൽപ്പനക്കാരനായ ഭർത്താവ് ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 മക്കൾ സമീപത്തെ ക്ഷേത്രത്തിന് സമീപം ഉത്സവം നടന്ന ഇടത്തേക്ക് ഓടിയെത്തി കാര്യങ്ങൾ പറയുന്നതോടെയാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. പിന്നീട് ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഈ ഷീജ മരിച്ച നിലയിൽ കാണുന്നത്. പിന്നീട് പോലീസ് എത്തിയാണ് തുടർ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഈ നിലവിൽ പരിക്കേറ്റ കുട്ടികളിൽ ഒരാളുടെ നില അത് ഗുരുതരമായി തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 വയസ്സുള്ള അഭിനവ് അത് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുഗ്രഹ എന്ന 5 വയസ്സുള്ള കുട്ടി നിലവിൽ ഈ കൊരട്ടിയിൽ തന്നെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. വീണ്ടും ലൈവ് ന്യൂസിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. രാവിലെ 11 കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. ഇഡിയുടെ പുതിയ സമൻസിനെ കോടതിയിൽ നേരിടുമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. ഇഡിക്ക് മുൻപാകെ ഹാജരാകില്ല. കേസിൽ ഇഡി അന്വേഷണം നടത്തി തെളിവുകളുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ എന്നും തോമസ് ഐസക് പറഞ്ഞു. ഇഡിയുടെ പുതിയ സമൻസിനെയും കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് നിലപാട്. നിയമലംഘനം നടത്തിയാൽ അത് സംബന്ധിച്ച് ഇഡിക്ക് ചോദ്യം ചെയ്യാം. അപ്പോൾ അന്വേഷിക്കട്ടെ, നിയമലംഘനം കണ്ടുപിടിക്കട്ടെ, അപ്പോൾ നിശ്ചയമായിട്ടും അന്വേഷിക്കണം. അല്ലാതെയുള്ള ഒരു ചുറ്റിത്തിരിഞ്ഞുള്ള കളിക്ക് കൂടുതൽ കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ഇഡി ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെയും കോടതി ചോദിക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരാകില്ല എന്നത് നേരത്തെ തന്നെ തോമസ് ഐസക് വ്യക്തമാക്കിയതാണ്. തുടർ നടപടി എങ്ങനെയാകുമെന്നത് അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് എന്നാണ് അന്ന് വ്യക്തമാക്കിയതും. ഇന്നിപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഹാജരാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയത് അഭിഭാഷകൻ മുഖേന മറുപടി ഇഡിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോടതിയെ എത്തിക്കുന്ന കാര്യവും അദ്ദേഹത്തിന്റെ പരിഗണനയിലാണ്. തൽക്കാലം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി സഹകരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അതിന്റെ തീരുമാനം. അതേസമയം തന്നെ ഈ ഫെമ വയലേഷൻ ആയതിനാൽ തന്നെ ഇഡിക്ക് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നിയമപരമായി കടക്കാൻ സാധിക്കില്ല. ഫെമ വയലേഷന് അറസ്റ്റ് എന്നുള്ള ഒരു കാര്യം ഇഡിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പകരം ഭീമമായ തുക പിഴ ചുമത്താൻ സാധിക്കും. അത് മാത്രമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള നടപടി. ഒരു തവണ കൂടി ഒരുപക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന് ടി എം തോമസ് ഐസക്കിന് നോട്ടീസ് നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനും അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ നടപടിയിലേക്ക് ഇഡി കടക്കും. ശരി, ഇഡിയുടെ സമൻസിനെ കോടതിയിൽ നേരിടുമെന്നതാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് വ്യക്തമാക്കിയത്. വീണ്ടും വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരൻ. പൊളിറ്റിക്കൽ ക്രിമിനൽസ് രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നു. രാഷ്ട്രീയക്കാരുടെയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളും ആകരുത്, സ്വഭാവശുദ്ധിയാണ് വേണ്ടതെന്നും ജി സുധാകരൻ പറഞ്ഞു. ഉണ്ടാവേണ്ട മുഴുവൻ സ്വഭാവശുദ്ധി അതൊന്നും വലിയ വിലയില്ലാത്ത കാലമാണ്. ശുദ്ധിയെന്ന സ്വഭാവം സ്ഥാനമാനങ്ങളാണ്, പ്രോട്ടോക്കോളാണില്ല. ഒരു അനുശോചനം നടത്തിയാൽ പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഔദ്യോഗിക മീറ്റിങ്ങിനെ ഉള്ളൂ, അല്ലാതൊന്നും പ്രോട്ടോക്കോളുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, തുടർച്ചയായ വിമർശനങ്ങളാണ്. ഈ പരോക്ഷ വിമർശനം ആർക്കെതിരെയാണ്? അനുജ, ചെങ്ങന്നൂരിൽ കെ രാമചന്ദ്രൻ നായർ അനുസ്മരണത്തിലാണ് അദ്ദേഹം ഈ രീതിയിൽ സംസാരിച്ചത്. ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആ ഒരു പരാമർശം അദ്ദേഹം ആദ്യമായിട്ടുള്ള ഇതിനു മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ പക്ഷെ അദ്ദേഹം മറ്റൊരു ഒളിയമ്പ് കൂടി നൽകുന്നുണ്ട്. അത് മന്ത്രി സജി ചെറിയാനെതിരെയാണ്. അതായത് സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് അതുമായി ബന്ധമുള്ള ആളുകളെ ആയിരിക്കില്ല വിളിക്കുന്നത്. ഉദ്ഘാടകന് അതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാത്ത പല നേതാക്കളായിരിക്കും അതിന്റെ ഉദ്ഘാടകനാകുക. പക്ഷെ ഈ സ്ഥാപനം പടുത്തുയർത്താൻ, ഈ സാംസ്കാരിക സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട സാംസ്കാരിക പ്രവർത്തകൻ അവിടെ യാതൊരുവിധ പരിഗണനയുമില്ല. അത് പണ്ട് പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു.
സംസാരിക്കാൻ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ പണ്ടുണ്ടായിരുന്നു. ഈ സാഹചര്യം ഇപ്പോൾ മാറണം. ഒപ്പം തന്നെ ആളുകൾക്ക്, അതായത് രാഷ്ട്രീയത്തിൽ ഉള്ളവർക്കുടെ ലക്ഷ്യം അത് സ്ഥാനമാനങ്ങളും പ്രോട്ടോകോളുമാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള പ്രോട്ടോകോൾ സർക്കാർ പരിപാടികൾ മാത്രമാണ് ഉള്ളതെന്ന് കൂടി മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിലുള്ളവർക്ക് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ഒക്കെ തന്നെ വേണ്ടതൊരു സ്വഭാവ ശുദ്ധിയാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇത്തവണ മന്ത്രി സജി ചെറിയാനെതിരെയാണ് മുൻ മന്ത്രി ജി സുധാകരന്റെ ഒളിയമ്പ് കൂടിയുള്ളത്. രണ്ട് തട്ടിൽ നിൽക്കുന്ന, അതായത് CPIM-ൽ തന്നെ നിലവിൽ രണ്ട് തട്ടിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ് സജി ചെറിയാനും ഒപ്പം തന്നെ ജി സുധാകരനും. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി അദ്ദേഹം ആവർത്തിക്കുകയാണ്. അനുജ, ശരി, അത്തരത്തിലേക്ക് വിമർശനങ്ങൾ, പരോക്ഷ വിമർശനങ്ങളുമായി ജി സുധാകരൻ തുടരുന്നു. തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് നേരെ കയ്യേറ്റ ശ്രമം. കഴക്കൂട്ടം SIക്കും സംഘത്തിനും നേരെയാണ് അതിക്രമം ഉണ്ടായത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. മദ്യലഹരിയിൽ കടയിൽ ആക്രമണം നടത്തുന്നുവെന്ന് വിവരമറിഞ്ഞെത്തിയപ്പോഴായിരുന്നു സംഭവം. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, CPIM-ന്റെ പ്രാദേശിക നേതാക്കളാണ് ഈ ആക്രമണം നടത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആ മദ്യലഹരിയിലായിരുന്ന ഈ പ്രതികൾ ജ്യൂസ് കടയിലെത്തുന്നു. അവിടെ ജ്യൂസ് ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്നു. ഇതുവഴി ഈ സമയമാണ് കഴക്കൂട്ടം സ്റ്റേഷനിലെ ഒരു SI അതുവഴി ചെല്ലുന്നത്. അദ്ദേഹം കാര്യങ്ങൾ തിരക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രതികൾ SIക്ക് നേരെ തിരിയുകയാണ്. അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. മർദ്ദിക്കാനുള്ളൊരു ശ്രമം നടത്തി പിടിച്ചു തള്ളുകയായിരുന്നു. ഈ ഘട്ടത്തിൽ പ്രതികൾ പോലീസിനെ വെല്ലുവിളിച്ചു. തങ്ങൾ CPM പ്രവർത്തകരാണ്, തങ്ങളെ തൊട്ടാൽ കാണാമെന്നുള്ള രീതിയിലെല്ലാം പോലീസിന് നേരെ വെല്ലുവിളിയുണ്ടായി. പിന്നീട് കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെത്തി. പിന്നാലെ ഈ പ്രവർത്തകർ, ഈ പ്രതികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കഴക്കൂട്ടം പോലീസ് 2 കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യം നിർവഹണം തടസ്സപ്പെടുത്തി പോലീസുകാർക്കേറെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. CPIM ശ്രീകാര്യം ബ്രാഞ്ച് സെക്രട്ടറി ഷെറിൻ, അതുപോലെ DYFIയുടെ ശ്രീകാര്യം മേഖലാ സെക്രട്ടറി മനു, ജോഷി ഉൾപ്പെടെ ഉള്ള ആളുകൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ CPIM DYFI പ്രവർത്തകരാണ്. പോലീസിന് വലിയ തരത്തിലുള്ള ആക്രോശമാണ് പ്രതികൾ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇവർ മദ്യലഹരിയിലുമായിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവർ ഇന്നലെ സംഭവം കൂടുതൽ പോലീസ് സംഘം എത്തിയതിന് പിന്നാലെ ഇവിടെ നിന്ന് ഓടുകയായിരുന്നു. പോലീസ് ഇവർക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുജ, കഴക്കൂട്ടത്താണ് SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് നേരെ അതിക്രമമുണ്ടായത്. വയനാട്ടിൽ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ വിഹാരം. മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപവും തോണിച്ചാലിലും കരടി ഇറങ്ങി. പുൽപ്പള്ളി മേഖലയിൽ ഇന്നലെയും കടുവാ സാന്നിധ്യമുണ്ടായി. പയ്യമ്പള്ളിയിലും ചേകാടിയിലും കാട്ടാന ഇറങ്ങി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, വിവിധ ഇടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഇതിൽ അധികൃതരുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അനുജ, ആഴ്ചകളായി ഈ പ്രശ്നം, വന്യമൃഗ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും കടുവാ സാന്നിധ്യമെങ്കിൽ ഇന്നലെ കരടിയുടെ വിഷയമാണ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. വള്ളിയൂർക്കാവിന് സമീപമാണ്, മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപമാണ് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിയത്. മാത്രമല്ല, ഇന്ന് രാവിലെ തോണിച്ചാലിലും ഈ കരടിയെ കണ്ട ദൃശ്യങ്ങൾ ലഭിച്ചു. ഇന്നലെ പല ഭാഗങ്ങളിൽ കരടിയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പല മേഖലയിലും തെരച്ചിൽ നടത്തിയെങ്കിലും ഈ കരടിയെ പകൽ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഈ ചേകാടി ഭാഗത്തൂടെ, പുൽപ്പള്ളിക്ക് അടുത്തുള്ള പ്രദേശമാണ് ഈ ചേകാടി എന്ന് പറയുന്നത്, അതിലൂടെ ബൈക്കിൽ പോയിരുന്ന 2 ബൈക്ക് യാത്രികർ, അവർക്ക് മുന്നിലേക്ക് കാട്ടാന ഇടഞ്ഞ് ഓടി വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പുറകിൽ വന്ന വാഹനം അത് ഹോൺ അടിച്ചതിനെ തുടർന്നാണ് ആന പിന്തിരിഞ്ഞ് പോയത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ പയ്യമ്പള്ളി എന്ന് പറയുന്ന മാനന്തവാടിക്ക് അടുത്തുള്ള പ്രദേശത്ത് 30 ചാക്ക് നെല്ലോളം അത് കയറ്റി വെച്ചതായിരുന്നു. അതായത് കൊയ്ത്ത് കഴിഞ്ഞ ശേഷം ചാക്കിലാക്കി കെട്ടിവെച്ച് ആ നെല്ല് മുഴുവൻ കാട്ടാന നശിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തുടർക്കഥയാവുകയാണ്. മാത്രമല്ല, ഈ പാടിച്ചിറ മേഖലയിൽ കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയതായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ കടുവയുടെ ഒരു ചിത്രം കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ കടുവയും കരടിയും ആനകളും എല്ലാമായി ഇത്തരത്തിലുള്ള വാർത്തകൾ നിറയുകയാണ് ഇപ്പോൾ വയനാട്. പലയിടങ്ങളിലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ മൂടക്കൊല്ലിയിൽ പന്നികളെ കൊന്ന ആ മേഖലയിൽ
മേഖലയിലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് കൊളകപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധയിടങ്ങളിലെല്ലാം തന്നെ കടുവകൾക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകളെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച്, ഈ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എല്ലാം തന്നെ വലിയ അളവിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വനം വകുപ്പിനും ഇത് രക്ഷയില്ലാത്ത കാലം തന്നെയാണ്. അവരും തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് സുർജിത്ത് നൽകിയത്. വിവിധ ഇടങ്ങളിലാണ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം. അതിനിടെ ഇടുക്കിയിൽ നിന്ന് വരുന്നത് BL റാമിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു എന്ന വാർത്തയാണ്. വെള്ളക്കല്ലിൽ സൗന്ദർരാജനാണ് പരുക്കേറ്റത്. ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മറ്റൊന്ന്, ഇതിൽ സ്ഥിരമായി ഇങ്ങനെ കാട്ടാന ശല്യമുള്ള മേഖലയാണോ? മറ്റു വിശദാംശങ്ങൾ. അനുജ, സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം. ഏലത്തോട്ടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗന്ദർരാജ്. ഇതിനിടയിലാണ് ചക്കക്കൊമ്പൻ അങ്ങോട്ടേക്ക് എത്തുകയും ഇയാളെ ആക്രമിക്കുകയും ചെയ്തത്. ആക്രമണത്തിൽ ഈ സൗന്ദർരാജിന്റെ 2 കൈകൾക്കും കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം നെഞ്ചിലും ഗുരുതരമായി പരിക്കേറ്റു. പ്രാഥമിക ശുശ്രൂഷ ഈ രാജകുമാരി ഹോസ്പിറ്റലിൽ നൽകിയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സൗന്ദർരാജിനെ ആക്രമിച്ച ശേഷം ചക്കക്കൊമ്പൻ അവിടെ ഏറെ നേരം തുടർന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടു. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ സൗന്ദർരാജിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സ്ഥിരമായി ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു ആനയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിധി ഒരല്പം പ്രശ്നം ആണ് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അപകടനില തരണം ചെയ്തിട്ടില്ല. തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അനുജ, ഇടുക്കിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ വിഷയത്തിൽ പ്രദേശവാസിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കേൾക്കാം. ഞങ്ങള് ഈ പുള്ളിനെ കാണാതായപ്പോൾ തപ്പാൻ പോയപ്പോഴത്തേക്ക് ആന അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. തപ്പാൻ സമ്മതിച്ചില്ല. ആന അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ചു. ഒരു അരമണിക്കൂറിനും ഫോറസ്റ്റും വന്നു. മറ്റു വാച്ചർമാരൊക്കെ പടക്കം ഇട്ട് പൊട്ടിച്ചിട്ടാണ് ആളെ നമുക്ക് കിട്ടിയത്. കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, പുള്ളിയുടെ പേരക്കിടാവ് ഉണ്ടായിരുന്നു. അവന് ഈ പുള്ളിനെ തള്ളിയിട്ടപ്പോഴത്തേക്ക് പൊക്കാൻ പോയി. അവനെ ഓടിച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നു. വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം അറിഞ്ഞത്. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു. മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കുന്നുവെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പരാമർശത്തിനെതിരെ സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ലീഗിന് അങ്ങനെ ഒരു ചിന്തയില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മൊയ്ൻ അലി തങ്ങൾക്ക് മാത്രമല്ല ആർക്കു നേരെയും ഭീഷണി ഉയർത്താൻ പാടില്ലെന്നും സമസ്ത സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. കൈവെട്ടൊന്നും പറഞ്ഞതാവില്ല. അത് ചില ആവേശം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. മൊയ്ൻ അലി തങ്ങൾക്ക് എന്നല്ല, ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ. വന്നാൽ ചിലപ്പോൾ ഇതിൽ പ്രതികരിക്കേണ്ടി വരും. തങ്ങൾ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശം? അനുജ, മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഈ സമസ്ത ലീഗ് പ്രശ്നത്തെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് സമസ്തയെ തകർക്കാൻ ലീഗ് നിരന്തരമായി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഇപ്പോൾ സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. അങ്ങനെ സമസ്തയെ ആർക്കും തകർക്കാൻ കഴിയില്ല. മാത്രമല്ല, ലീഗിനെ വിശ്വസിക്കുന്നു. ലീഗ് ഒരു കാരണവശാലും സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയല്ല. അത്തരത്തിലുള്ളൊരു ആലോചന പോലും ലീഗിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന തരത്തിലായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്ന മൊയ്ൻ അലി തങ്ങൾക്ക് നേരെയുള്ള, അതായത് യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ മൊയ്ൻ അലി തങ്ങൾക്ക് നേരെ ഉണ്ടായ ഭീഷണി സന്ദേശത്തെക്കുറിച്ചും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് പ്രതികരിച്ചു. അങ്ങനെ ഒരാൾക്ക് നേരെ മാത്രം വന്ന ഭീഷണി സന്ദേശം അല്ല, ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശത്തെ ചെറുത്തു തോൽപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇന്നിപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. സത്താർ പന്തല്ലൂരിന്റെ കൈവിട്ടു പരാമർശവുമായിരുന്നു മറ്റൊരു ചോദ്യം. ഇതേക്കുറിച്ച് അത് പ്രസംഗത്തിനിടയിൽ സംഭവിച്ച ഒരു താളപ്പിഴയായിരിക്കാം എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. അനുജ, ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പൂതാടി സ്വദേശികളായ പ്രജിത്തൻ, ഭാര്യ സുജ്ഞാന എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ ഉപദ്രവിക്കുന്നതായി കൗൺസിലിംഗിനിടെ കുട്ടി വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, എങ്ങനെയാണ് ഈ വിഷയം പോലീസിന്റെ മുന്നിലേക്ക് എത്തിയത്? ഇപ്പോൾ പോലീസ് സ്വീകരിച്ച നടപടിയുടെ വിശദാംശങ്ങൾ എന്താണ്?
അനുജ, ഒരു കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരം പുറത്ത് വന്നിരിക്കുന്നത്. 2020 മുതൽ ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചു വരുന്നു, പ്രജിത്തൻ പീഡിപ്പിച്ചു വരുന്നു എന്നുള്ള വിവരമാണ്. ഇതിന് ഒത്താശ ചെയ്തത് ഭാര്യ സുജ്ഞാനയാണ് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ കേസിൽ ഉൾപ്പെട്ട, അതായത് ഈ പെൺകുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറാനുള്ള നീക്കം ഇതിനിടയിൽ നടന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് എന്നയാളെ നേരത്തെ ഈ കേസിൽ പ്രതി ചേർത്തിരുന്നു. ആ സുരേഷ് എന്നയാൾ സുജ്ഞാനയുമായി അടുപ്പമുള്ള ആളാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയാണ് ഇവർ തമ്മിൽ ബന്ധമുള്ളത് എന്നുള്ള തരത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ്. ഇയാളുടെ വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ദമ്പതികൾ ഇതേ തുടർന്ന് അവിടെ മുങ്ങിയിരിക്കുകയായിരുന്നു. കർണാടക കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു പോലീസ്. ഇതിനിടയിൽ പോലീസിനെ വെട്ടിച്ച് ഇവർ കടന്നു കളഞ്ഞു. ഇവർ കടന്നു കളഞ്ഞ വാഹനം പിന്നീട് പോലീസ് ഇന്നലെ തന്നെ കണ്ടെത്തുകയും അത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് ഇവർ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ എത്തി കേണിച്ചിറ പോലീസിൽ കീഴടങ്ങുന്ന നടപടിയിലേക്ക് എത്തിയത്. ഈ പെൺകുട്ടി 24നോട് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇതിലെല്ലാം തന്നെ ഈ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് വിധേയയായിട്ടുണ്ട് എന്നുള്ള അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ പ്രതിഷേധം, അതായത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധം CPIM അടക്കം ഈ കേണിച്ചിറയിൽ നടത്തുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കും. മറ്റ് നടപടികളിലേക്ക് ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമെല്ലാം തന്നെ പോലീസ് നടത്തുന്നുണ്ട്. വയനാട്ടിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ദമ്പതികൾ അറസ്റ്റിലായത്. ലൈവ് ന്യൂസിൽ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.